കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര മലപ്പുറം ജില്ലയിൽ. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലാ വിഭജനം മതപരമായ കണ്ണിലൂടെ കാണരുത്. മലപ്പുറം ജില്ലക്കാരുടെ ആവശ്യമായി അതിനെ കാണണമെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലാ വിഭജനം എന്നത് റവന്യൂ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലാതെ അത് ഫെഡറൽ സംവിധാനത്തിൻ്റെ ലംഘനമല്ല. ജില്ലകളെ പുനഃക്രമീകരിക്കുന്നത് മതപരമായ കണ്ണിലൂടെ കാണുന്നത് തെറ്റായ പ്രവണതയാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളുടെയും ജനസംഖ്യാപരവും ഭൂമിശാസ്ത്രവുപരമായ അവസ്ഥകൾ സൂക്ഷ്മമായി പഠിച്ചുകൊണ്ടുള്ള ഒരു പുനഃസംഘടനയാണ് വേണ്ടത്. അർച്ചന രവീന്ദ്രനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർച്ചന, മലപ്പുറം ജില്ലാ വിഭജനം നേരത്തെ മുതലുള്ള ആവശ്യമാണ്. ഈ ജില്ലാ വിഭജനം മതപരമായ കണ്ണിലൂടെ കാണരുത്, അത് മലപ്പുറംകാരുടെ മൊത്തം ആവശ്യമാണെന്നാണ് ഇപ്പോൾ നേതാക്കൾ ഇതിലൂടെ പറയുന്നതല്ലേ? ശ്രുതി, അത് തന്നെയാണ്. ജനുവരി 1-ാം തീയതി മുതലാണ് എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കേരള യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതലാണ് ഇത്തരത്തിൽ ഈ ഒരു യാത്ര സംഘടിപ്പിച്ചത്. അതായത് മുസ്ലിങ്ങൾക്കിടയിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മൊത്തത്തിലുള്ള നിലപാടുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനിടെയാണ് മലപ്പുറത്ത് ഇന്ന് യാത്ര എത്തിയിരിക്കുന്നു. അതിനിടയിൽ അത്തരത്തിലൊരു സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട്, അതായത് മലപ്പുറത്തെ ഇത്തരത്തിൽ വിഭജിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യാത്രയിലൂടെ തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് അദ്ദേഹം പ്രസ് മീറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് സീറ്റ് വിഭജനം റവന്യൂ സൗകര്യത്തിനാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ജില്ലാ വിഭജനം മതപരമായ കണ്ണിലൂടെ കാണണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വലിയ രീതിയിൽ ചർച്ചയാകാൻ വേണ്ടി പോകുന്ന ഒരു നിലപാട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രസ്താവനയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശ്രുതി. ഓക്കെ, അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.